ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് വടയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പരിപ്പ് വടയാണ്, അതേ രുചിക്കൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ചൂടൻ പരിപ്പ് വടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള പരിപ്പ് വടപ്പരിപ്പാണ്. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഈ പരിപ്പ് തന്നെ വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ജാറിൽ നിന്നും 2 ടീസ്പൂൺ പരിപ്പൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇതിൽ നിന്നും കുതിർത്ത പരിപ്പിൽ നിന്നും 2 ടീസ്പൂൺ പരിപ്പ് മാറ്റി വെക്കുക. ബാക്കിയുള്ളത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കരുത്, വെള്ളം ചേർക്കരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ സെയിം ജാറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സവാളയുടെ ഒരു വലിയ സവാളയുടെ പകുതിയാണ്, പകുതി മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. അത് 4-5 അല്ലി ഇട്ടിട്ടുണ്ട്. അത് തൊലിയോട് കൂടിയായിട്ട് ഇട്ടിട്ടുള്ളത്. കേക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. ഇനി ഇതൊക്കെ കൂടി നമുക്ക് ഒന്നും കൂടി ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതും അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇതും കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്തത് പച്ചമുളകിൻ്റെയൊക്കെ കൂട്ടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി. ഈ കായപ്പൊടിയാണ് നമ്മളെ പരിപ്പുവടൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും ടേസ്റ്റ് ഇല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് കിട്ടണില്ല, ഫ്ലേവർ ഇല്ല എന്നൊക്കെ. പക്ഷേ ഈ കായപ്പൊടിയും പെരിഞ്ജീരകവുമാണ് നമുക്കതിൻ്റെ ഫ്ലേവർ തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കായപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ വട ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടാവണം ഓയിൽ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറുവശം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ. പരിപ്പ് വട നല്ല ടേസ്റ്റാണ്.
അപ്പോൾ പരിപ്പ് എടുക്കുമ്പോൾ വടപ്പരിപ്പിനെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വടപ്പരിപ്പിന് ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കായപ്പൊടി ഇടാൻ മസ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മളെ വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ചേഞ്ചായി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വട ഫസ്റ്റ് ഇട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്നും വാങ്ങണ അതേ വട തന്നെയാണ്, അതേ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനി വട ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മളിവിടെ നമ്മളെ വട മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേപോലെയുള്ള വടയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.